ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഈ സെപ്റ്റംബറിൽ നടന്ന ഇംഗ്ലീഷ് എക്സാമിൻ്റെ ആൻസർ കീയാണ്. അപ്പോൾ എല്ലാ എക്സാമിൻ്റെയും ആൻസർ കീ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓണം എക്സാം 2024 ക്ലാസ് 6 എന്ന പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കീ ഒക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം അറിയാമല്ലോ, കോംപ്രിഹെൻഷനാണ്. അപ്പോൾ അത് നമുക്ക് വായിച്ചിട്ട് അതിൻ്റെ ആൻസർ നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. വൺ സൺഡേ ആഫ്റ്റർനൂൺ മഹേഷ്, എ 10-year-old ബോയ്, വെൻറ്റ് ഔട്ട് ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്. അപ്പോൾ മഹേഷിന് എത്ര വയസ്സാണ്? 10 വയസ്സാണ്. 10-year-old ബോയ് എന്തിനാ പോയത്? വെൻറ്റ് ഔട്ട് ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. അപ്പം ഫ്രണ്ട്സിനോടുകൂടെ വെൻറ്റ് ഔട്ട് ടു പ്ലേ. ഹീ പ്ലേഡ് അണ്ടിൽ സൺസെറ്റ്. സൺസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യാസ്തമയം. സൂര്യൻ അസ്തമിക്കുന്നവരെ അവൻ എന്ത് ചെയ്തു? കളിച്ചു. ഇറ്റ് ഈസ് ടൂ ലേറ്റ്. വളരെ നേരം വൈകി. ഐ ഹാവ് ടു ഗോ ഹോം, മഹേഷ് സെഡ്. വളരെ നേരം വൈകി, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, മഹേഷ് പറഞ്ഞു. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഡാർക്ക്. അപ്പോഴേക്കും എന്താ? ഇരുട്ട് കൂടിയിരുന്നു. ഹി റാൻ ഹോം. അവന് വീട്ടിലേക്ക് ഓടി. മഹേഷ് ലോസ്റ്റ് ഹിസ് വേ. പക്ഷെ അവൻക്ക് അവൻ്റെ വഴി എങ്ങനെയാണെന്ന് പിടിയിട്ടില്ല. വീട്ടിലേക്കുള്ള വഴി തെറ്റിപ്പോയി. ഹോ നോ, വേർ ഐ ആം. ഹോ ദൈവമേ, ഞാൻ എവിടെയാണ്? ദ സറൗണ്ടിങ്സ് വെർ അൺഫെമിലിയർ. ചുറ്റുപാട് ഒരു പരിചയമില്ലാത്തതുപോലെ അവൻക്ക് തോന്നി. ദർ വാസ് നോ വൺ അറൗണ്ട്. അവിടെ ചുറ്റും ആരും ഇല്ലായിരുന്നു. മഹേഷ് സ്റ്റൂഡ് അപ്സെറ്റ് ഇൻ ദ ഡാർക്ക്നെസ്. ആ ഇരുട്ടിൽ അവൻ ഇങ്ങനെ അപ്സെറ്റായിട്ട് നിന്നു. He remembered his grandfather had told him, if you are lost by climbing a tree to see where you are. അപ്പോൾ അവന് പെട്ടെന്ന് അവൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞൊരു കാര്യം ഓർമ്മിച്ചു. എന്താണ്? ഇഫ് യു ആർ ലോസ്റ്റ്, വഴി എങ്ങനെ തെറ്റിപ്പോയാൽ, ബൈ ക്ലൈംബിങ് എ ട്രീ ടു സീ വെർ യു ആർ. അപ്പോൾ എന്താകണം? ഒരു മരത്തിൽ കയറിയിട്ട് നോക്കണം നീ എവിടെയാണെന്ന്. സൂൺ ഹീ ഫൗണ്ട് എ ടോൾ ട്രീ. അങ്ങനെ അവനൊരു വലിയ നീളമുള്ള മരം കണ്ടു. ഈ ക്വിക്ക്ലി ക്ലൈംഡ് അപ്പ് ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. അങ്ങനെ മരത്തിൽ കയറി ചുറ്റുപാട് നോക്കി. ഹീ നോട്ടീസ്ഡ് എ സ്മോൾ ലൈറ്റ് ഫ്ലിക്കറിങ് അറ്റ് എ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഒരു ചെറിയ ലൈറ്റ് അവിടുന്ന് വരുന്ന പോലെ, വളരെ ദൂരെ നിന്നും അങ്ങനെ വരുന്ന പോലെ അവനക്ക് തോന്നി. ക്ലൈംബിങ് ഡൗൺ ഹീ ഹറീഡ് ടുവേർഡ്സ് ദ ലൈറ്റ്. ഇറ്റ് വാസ് എ ലിറ്റിൽ ഷോപ്പ്. അങ്ങനെ അവന് താഴെ ഇറങ്ങി ആ ലൈറ്റിന് നേരെ നടന്നു. അപ്പോൾ അതൊരു ചെറിയ ഷോപ്പായിരുന്നു. വാട്ട് ഡു യു വാണ്ട്? ദ ഷോപ്പ് കീപ്പർ ആസ്ക്ഡ്. നിനക്ക് എന്താ വേണ്ടത്? ഐ ലോസ്റ്റ് മൈ വേ, ഐ നീഡ് ടു കോൾ മൈ ഡാഡ്. എനിക്ക് എൻ്റെ വഴി തെറ്റിപ്പോയി, എനിക്ക് എൻ്റെ ഡാഡീനെ വിളിക്കണം, അച്ഛനെ വിളിക്കണം. മഹേഷ് റിപ്ലൈഡ് ഇൻ എ ട്രംബ്ലിംഗ് വോയിസ്. ഒരു വിറയ്ക്കുന്ന ശബ്ദത്തോടു കൂടി അവൻ പറഞ്ഞു. ഹിയർ ഈസ് ദ ഫോൺ, സെഡ് ദ ഷോപ്പ് കീപ്പർ. അപ്പോൾ ഷോപ്പ് കീപ്പർ പറഞ്ഞു, ദാ മോനെ ഫോൺ. താങ്ക് യു അങ്കിൾ, സെഡ് മഹേഷ്. മഹേഷ് കോൾഡ് ഹിസ് ഫാദർ ആൻഡ് ടോൾഡ് ദ മാറ്റർ. അവൻ അച്ഛനെ വിളിച്ചു, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. Then he waited for his father's arrival. അച്ഛൻ്റെ വരവിനായിട്ട് കാത്തുനിന്നു. ഇനി ചോദ്യം നോക്കാം. വൺ സൺഡേ ആഫ്റ്റർനൂൺ മഹേഷ് വെൻറ്റ്. അപ്പോൾ സൺഡേ ആഫ്റ്റർനൂൺ മഹേഷ് എന്തിനാ പോയത്? ടു സ്വിം വിത്ത് ഹിസ് ഫ്രണ്ട്. കൂട്ടുകാരോടൊപ്പം നീന്താനാണോ? അല്ല. ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനാണ്. ടു സ്കൂൾ വിത്ത് ഹിസ് ഫ്രണ്ട്സ് ടു ക്ലൈംബ് എ ട്രീ. അതൊന്നും ശരിയല്ല. വൈ വാസ് മഹേഷ് അപ്സെറ്റ്? മഹേഷ് എന്താണ് അപ്സെറ്റ് ആയത്? എന്തെഴുതാം നമുക്ക്? ഹീ ലോസ്റ്റ് ഹിസ് വേ. എന്തെഴുതാം? മഹേഷ് ലോസ്റ്റ് ഹിസ് വേ. ഓക്കെ, മഹേഷ് ലോസ്റ്റ് ഹിസ് വേ. മഹേഷിന് വഴി തെറ്റിപ്പോയി അല്ലേ? അങ്ങനെ എഴുതിയാൽ മതി. പിന്നെ അടുത്ത എന്താണ്? ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീനിങ് ഷൈനിങ് അൺസ്റ്റഡിലി. ഷൈനിങ് അൺസ്റ്റഡിലി എന്നതിന് പകരം പദം എഴുതാനും ഫ്ലിക്കറിങ് എന്നാണ് വേർഡ്. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫ്രം. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇഫ് യു ആർ ലോസ്റ്റ് ബൈ ക്ലൈംബിങ് എ ട്രീ ടു സീ വെർ യു ആർ, ഹൂ സെഡ് ദിസ്? നിങ്ങൾക്ക് വഴി തെറ്റിപ്പോയാൽ ഒരു മരത്തിൽ കയറിയിട്ട് എവിടെയാണെന്ന് നോക്കണം എന്ന് പറഞ്ഞത് ആരാണ്? മഹേഷിൻ്റെ ഫാദറാണോ? അല്ല, മഹേഷ് ഗ്രാൻഡ് ഫാദർ. മഹേഷിൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. ഇനി അടുത്തത്. വാട്ട് ക്വാളിറ്റി ഡു യു ഫൈൻഡ് ഇൻ മഹേഷ്? മഹേഷിൽ നിങ്ങൾക്ക് എന്തൊരു സ്വഭാവ ഗുണമാണ് കാണാൻ കഴിഞ്ഞത്? എന്താണ്?
ഇവിടെ പ്രസൻസ് ഓഫ് മൈൻഡ്, കോവേർട്ട്നെസ്, ലേസിനെസ്, സ്ട്രെങ്ത്. അപ്പോൾ എന്താ അറിഞ്ഞത്? പ്രസൻസ് ഓഫ് മൈൻഡാണ് അവൻ്റെ ഒരു ക്വാളിറ്റി. കാരണം അന്നേരം അവന് വഴി തെറ്റിപ്പോയപ്പോൾ അവനെന്താക്കി, മനസാന്നിധ്യം വിടാതെ പിന്നെ ധൈര്യത്തോട് കൂടിയിട്ട് അവൻ്റെ മുത്തച്ഛൻ പറഞ്ഞത് ആലോചിച്ച് മുന്നോട്ട് പോയി. ഷോപ്പിൻ്റെ ഒരു ലൈറ്റ് കണ്ടു, അപ്പോൾ ഷോപ്പിന് നേരെ നടന്നു. അതൊക്കെ പ്രസൻസ് ഓഫ് മൈൻഡ്. നമ്മൾ ഒരു സംഭവത്തിൽ പെട്ടാലും നമുക്കത് എങ്ങനെ കൈകാര്യം ചെയ്യണം, അതാണ് മനസാന്നിധ്യത്തോടു കൂടി കൈകാര്യം ചെയ്തു. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി സെക്കൻഡ്, ഡയറി അല്ലേ. മഹേഷ് വാസ് ഹാപ്പി ദാറ്റ് ഹി റീച്ച്ഡ് ഹോം സേഫ്ലി. മഹേഷിന് വളരെ സന്തോഷം, അവന് വീട്ടിൽ ഹാപ്പി ആയിട്ട് തിരിച്ചെത്തി, സേഫ്ലി ആയിട്ട് തിരിച്ചെത്തി. ഹി റോട്ട് ഹിസ് എക്സ്പീരിയൻസ് ഇൻ ഹിസ് ഡയറി, പ്രിപ്പയർ ദ ഡയറി എൻട്രി ഓഫ് മഹേഷ്. അപ്പോൾ മഹേഷിൻ്റെ ആ ദിവസത്തെ ഡയറി എൻട്രി എഴുതാനാണ്. അപ്പോൾ നമ്മൾ ഡയറി എഴുതുമ്പോൾ എന്തെഴുതണം? ഡയറി എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു റൈറ്റ് ദ ഡേറ്റ് അല്ലേ. ഡേറ്റ് എഴുതണം അല്ലേ. അങ്ങനെ നമ്മൾ ഡേറ്റ് ആദ്യം എഴുതുക. പിന്നെ അതേപോലെ തന്നെ എന്നിട്ട് നമുക്ക് അന്ന് എന്താണ് ഒരു മറക്കാനാവാത്ത ദിവസം. ഓക്കെ, ആൻ അൺഫോർഗറ്റബിൾ ഡേ. ടുഡേ ഐ വെൻറ്റ് ഔട്ട് ടു പ്ലേ വിത്ത് ഫ്രണ്ട്സ്. ഞാനിന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോയി. ഐ ലോസ്റ്റ് മൈ വേ ഇൻ ദ ഡാർക്ക്നെസ് ആഫ്റ്റർ സൺസെറ്റ്. സൺസെറ്റിൽ എനിക്ക് വഴിയൊക്കെ തെറ്റിപ്പോയി. ഐ ക്ലൈംഡ് എ ട്രീ ആൻഡ് സോ എ ലൈറ്റ് നിയർ ബൈ. ഞാനൊരു ട്രീയിൽ കയറി എന്നിട്ട് ലൈറ്റ് കണ്ടു. ഐ ഫൗണ്ട് എ സ്മോൾ ഷോപ്പ് ആൻഡ് കോൾഡ് മൈ ഡാഡ്. എൻ്റെ ഡാഡീനെ വിളിച്ചു. ഹി കെയിം ആൻഡ് ടുക്ക് മീ ഹോം സേഫ്ലി. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഗ്രാൻഡ് ഫാദേഴ്സ് വൈസ് അഡ്രസ്സ്. അപ്പോൾ ആ ഗ്രാൻഡ് ഫാദറിൻ്റെ ആ അഡ്വൈസിന് ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുള്ളാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. പിന്നെ നെക്സ്റ്റ് എന്താണ്, നമുക്ക് കോൺവെർസേഷനാണ്. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലേറ്റ് നൈറ്റ്. രാത്രി നേരം വൈകി. രാജ ഡിഡിൻറ്റ് റിട്ടേൺ ഹോം. രാജ വീട്ടിൽ വന്നില്ല. ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ വർ വെറീഡ്. ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും വിഷമിച്ചു. റൈറ്റ് ദ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ. അവർ തമ്മിലൊരു സംഭാഷണം എഴുതാനും. അപ്പം ഗ്രാൻഡ് മദർ, രാജ ഹാസ് ഇൻ റിട്ടേൺഡ് ഹോം. ഐ ആം വെറീഡ്. ആ രാജ ഇതുവരെ ആയിട്ടും വീട്ടിലേക്ക് വന്നില്ല. എനിക്ക് വെറി ആവുന്നു. വറീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമാവുന്നു. അപ്പം ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, ഹീ ഷുക്ക് ദ സാൻഡൽവുഡ് ട്രീ ആൻഡ് ഗോട്ട് മീ വെറ്റ്. ഐ ആം ഹാങ്ക്രി. അവൻ സാൻഡൽവുഡ് ട്രീ ഷെയ്ക്ക് ചെയ്തു, എന്നിട്ട് പിന്നെ ഞാൻ നനഞ്ഞു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഹീ ഈസ് ജസ്റ്റ് എ ചൈൽഡ്, ഹീ ഡിഡിൻറ്റ് മീൻ ടു. അവൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, അവനൊരു ചെറിയ കുട്ടിയല്ലേ. ഗ്രാൻഡ് ഫാദർ, ഐ ഡിഡ്ന്റ് സേ എ വേർഡ് ബട്ട് ഹീ റാൻ അവേ. ഞാനൊരു കാര്യം അവനോട് പറഞ്ഞില്ല, പക്ഷെ അവൻ ഓടിപ്പോയി. അപ്പം ഗ്രാൻഡ് മദർ, വി നീഡ് ടു ഫൈൻഡ് ഹിം, ലെറ്റസ് ഗോ ലുക്ക്. അവനെ നമുക്ക് കണ്ടെത്തണം, നമുക്ക് പോയി നോക്കാം. ഐ വിൽ ചെക്ക് ദ ഗാർഡൻ ആൻഡ് നിയർ ബൈ ഫീൽഡ്സ്. ഞാൻ ഈ ഗാർഡനും അതേപോലെ തന്നെ ചുറ്റുമുള്ള വയലൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. ബി ജെൻറ്റിൽ വെൻ യു. അപ്പം ഗ്രാൻഡ് മദർ പറയണേ, വെൻ യു ഫൈൻഡ് ഹിം ഹീ സ്കെയർഡ്. അവനെ കിട്ടുമ്പോൾ അവനോട് നല്ല ദയോടുകൂടി പെരുമാറണം. ഹീ സ്കെയർഡ്. അവൻ പേടിച്ച് കാണും. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് മദർ പറയും, രാജ ഹാസ് ഇൻ റിട്ടേൺഡ് ഹോം, ഐ ആം വെറീഡ്. അപ്പം ഗ്രാൻഡ് ഫാദർ പറയും, ഹീ ഷുക്ക് ദ സാൻഡൽവുഡ് ട്രീ ആൻഡ് ഗോട്ട് മീ വെറ്റ്, ഐ ആം ഹംഗ്രി. അപ്പം ഗ്രാൻഡ് മദർ പറയുക, ഹി ഈസ് ജസ്റ്റ് എ ചൈൽഡ്, ഹി ഡിഡിൻറ്റ് മീൻ ടു. അപ്പം ഗ്രാൻഡ് ഫാദർ പറയുന്നത്, ഐ ഡിഡിൻറ്റ് സേ എ വേർഡ് ബട്ട് ഹി റാൻ അവേ. ഗ്രാൻഡ് മദർ, വി നീഡ് ടു ഫൈൻഡ് ഹിം, ലെറ്റ്സ് ഗോ ലുക്ക്. Grandfather, I will check the garden and nearby fields. Grandmother, be gentle when you find him. He's scared. ഓക്കെ, നമുക്കൊരു ഇൻവിറ്റേഷൻ കാർഡാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ദ പ്രിൻസ് ഡിസൈഡഡ് ടു മാരി Cinderella. He invited all the people in his country to attend the marriage. അപ്പം പീപ്പിളിനെ, എല്ലാ ജനങ്ങളെയും ക്ഷണിച്ചു. അപ്പോൾ നമ്മളോടൊരു ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ബോക്സിൽ ഡിസൈനൊക്കെ കൊടുക്കുക. നമ്മളൊക്കെ അറിയാമല്ലോ, വെഡ്ഡിങ് കാർഡിൻ്റെയൊക്കെ ഒരു ഡിസൈൻ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ സ്റ്റാറൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു ഡിസൈന് നിങ്ങൾ പെൻസിൽ കൊണ്ട് നല്ല ഭംഗിയാക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താ, റോയൽ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ. ഓക്കെ, ടു അവർ ഹോണേഡ് ഗസ്റ്റ്, യു ആർ കോർഡിയലി ഇൻവൈറ്റഡ് ടു ദ വെഡ്ഡിങ് ഓഫ് പ്രിൻസ് ചാർമിംഗ് ആൻഡ് സിൻഡ്രല്ല. ഡേറ്റ് സാറ്റർഡേ, സെപ്റ്റംബർ 2024. ടൈം 11 AM. ലൊക്കേഷൻ ദ ഗ്രാൻഡ് പാലസ്, ഫെയറി ടെയിൽ കിങ്ഡം. ജോയിൻ us we celebrate the union of our beloved prince and his true love Cinderella. Sincerely, the royal family. Okay,
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 5. ദ ഫോളോയിങ് ആർ സം ഇവൻറ്റ്സ് ഓഫ് എ സ്റ്റോറി, റീഡ് ദം. കുറച്ച് ഇവൻറ്റ്സ് ആണ്, അപ്പോൾ അതിനെ വായിച്ച് നോക്കാനാണ് പറഞ്ഞത്. ടോം ഫെൽറ്റ് ഇമ്മൻസ് റിലീഫ് ആൻഡ് താങ്ക്ഡ് മിയ. മിയയോട് താങ്ക്സ് പറഞ്ഞു. ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് സെർച്ച്ഡ് എവരിവെയർ ബട്ട് ഹി ഡിഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. ടോമും ഫ്രണ്ട്സും എല്ലാ സ്ഥലത്തും തിരഞ്ഞു, പക്ഷേ കിട്ടിയില്ല. ഫീലിംഗ് സാഡ് ആൻഡ് വെറീഡ് ഹി ആസ്ക്ഡ് ഓൾ ഹിസ് ഫ്രണ്ട്സ് ഇഫ് ദേ ഹാഡ് സീൻ ഹിസ് ബുക്ക്. അപ്പോൾ അവനിക്ക് ഭയങ്കര വിഷമമായി. അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു ബുക്ക് കണ്ടോ എന്ന്. വൺ ഡേ ഹി റിയലൈസ്ഡ് ദാറ്റ് ഹി ഹാഡ് ലോസ്റ്റ് വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് ബുക്ക്. ഒരു ദിവസം അവനിക്ക് മനസ്സിലായി അവൻ്റെ ഫേവറേറ്റ് ബുക്ക് നഷ്ടപ്പെട്ടു എന്ന്. ടോം ലവ്ഡ് റീഡിങ് ബുക്സ് മോർ ദാൻ എനിത്തിങ്. ടോമിന് എന്താണ് ഇഷ്ടം? അവനിക്ക് റീഡിങ് ബുക്സ് റീഡ് ചെയ്യുന്നതാണ് അവനിക്ക് ഏറ്റവും ഇഷ്ടം. ഓക്കെ, അപ്പോൾ റീ അറേഞ്ച് ദ ഫോളോയിങ് ഈവൻറ്റ്സ് പ്രോപ്പർലി. ഫസ്റ്റ് വൺ ഇവിടെ തന്നിട്ടുണ്ട്. ടോം ലവ്ഡ് റീഡിങ് ബുക്സ് മോർ ദാൻ എനിത്തിങ് എൽസ്. ഇനി എന്തൊക്കെ നമുക്ക് എഴുതാം? ഓക്കെ, വൺ ഡേ ഹി റിയലൈസ്ഡ് ദാറ്റ് ഹി ഹാഡ് ലോസ്റ്റ് ഓഫ് ഹിസ് ഫേവറേറ്റ് ബുക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. ഫീലിംഗ് സാഡ് ആൻഡ് വറീഡ് ഹി ആസ്ക്ഡ് ഓൾ ഹിസ് ഫ്രണ്ട്സ് ഇഫ് ദേ ഹാഡ് സീൻ ഹിസ് ബുക്ക്. എല്ലാവരോടും ചോദിച്ചു ബുക്ക് കണ്ടോ എന്ന്. ടോം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് സെർച്ച്ഡ് എവരിവെയർ ബട്ട് ഹി ഡിഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. എല്ലായിടത്തും സെർച്ച് ചെയ്തു, പക്ഷേ എവിടെയും കിട്ടിയില്ല. ഫോർച്ചുനേറ്റ്ലി ടോംസ് ഫ്രണ്ട് മിയ ഫൗണ്ട് ദ ബുക്ക് ഇൻ ദ സ്കൂൾ ലൈബ്രറി. മിയ കണ്ടു സ്കൂൾ ലൈബ്രറി വെച്ച്. ടോം ഫെൽറ്റ് ഇമ്മൻസ് റിലീഫ്, നല്ല ആശ്വാസം തോന്നി. ആൻഡ് ഹി താങ്ക്ഡ് മിയയോട് താങ്ക്സ് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത എഡിറ്റിംഗ് നോക്കാം. ഓക്കെ, അപ്പു ഫോളോഡ് ഹെർ സിസ്റ്റർ. ഇവിടെ അപ്പുവിൻ്റെ സിസ്റ്ററാണ്, അപ്പോൾ ഹെർ അല്ല പറയേണ്ടത്, ഹിസ് ആണ്. ഓക്കെ, ഹിസ്. അപ്പു ഫോളോഡ് ഹിസ് സിസ്റ്റർ ഔട്ട് ടു വാച്ച് ദ കൗ ബീയിങ് മിൽക്ക്ഡ്. ആസ് സൂൺ ആസ് ഹി സ്റ്റെപ്പ്ഡിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്, 2 P വേണം. സ്റ്റെപ്ഡ്. ഓക്കെ, STEPPED. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇൻറ്റു ഔട്ടർ കോഡ്യാർഡ്. ദുർഗക്ക് എന്തായിരിക്കും? D ഷുഡ് ബി ക്യാപിറ്റൽ. ഒരു പേര് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് വേണം? ക്യാപിറ്റൽ എഴുതണം. ഓക്കെ, ലാൻഡ് ഹിം ആൻഡ് സ്മാർട്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല, എ സ്മാർട്ട്. നമ്മൾ ഏൻ എപ്പോഴാണ് ഉപയോഗിക്കുക? EIOU, അതായത് വൊവൽസ് വന്നാലാണ് നമ്മൾ ആൻ ഉപയോഗിക്കുക. ഇവിടെ എ സ്മാർട്ട് ബോയ്, അത്രേ ഉള്ളൂ. എ സ്മാർട്ട് ബ്ലോ ടു ഹിസ് ബാക്ക്. ഓൺ ഹിസ് ബാക്ക് എന്നാണ്, ടു അല്ല വേണ്ടത്, ഇവിടെ ഓൺ ഹിസ് ബാക്ക് എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പു ഫോളോഡ് ഹിസ് സിസ്റ്റർ ഔട്ട് ടു വാച്ച് ദ കൗ ബീയിങ് മിൽക്ക്ഡ്. ആസ് സൂൺ ആസ് ഹി സ്റ്റെപ്ഡ് ദ ഔട്ടർ കോർട്ട്യാർഡ്, ദുർഗ ലാൻഡഡ് ഹിം എ സ്മാർട്ട് ബ്ലോ ടു ഹിസ് ബാക്ക്. ഇനി അടുത്തത് തോട്ട്സ് ആണ് നമുക്ക് എഴുതേണ്ടത്. നമുക്ക് നോക്കാം. Cinderella somehow managed to reach home after the ball. She couldn't believe the incident that happened at night. Prepare the thoughts of Cinderella. അപ്പോൾ സിൻഡ്രല്ലയുടെ തോട്ട്സ് ഷെയർ ചെയ്യാനാണ്. ഓക്കെ, അപ്പം ഒരുപാട് ഹിൻസ് ഇവിടെ തന്നിട്ടുണ്ട്. വിൽ ഷീ തിങ്ക് അബൌട്ട് ദ ക്യൂൻ ഓഫ് ഫെയറി? ക്യൂൻ ഓഫ് ഫെയറിനെ കുറിച്ച് ഓർക്കുമോ? വാട്ട് വിൽ ഷീ തിങ്ക് അബൌട്ട് മൊമെൻറ്റ്സ് വിത്ത് ദ പ്രിൻസ് ഓഫ് ബോൾ? വാട്ട് വിൽ ഷീ തിങ്ക് അബൌട്ട് ദ പ്രിൻസ്? ഹൗ വിൽ ഷീ ഫീൽ? വിൽ ഷീ ഹാപ്പി? ഇങ്ങനെ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കൊരു മാതൃക നോക്കാം. ഓ മൈ ഗോഡ്, ഡിഡ് ഇറ്റ് റിയലി ഹാപ്പൻഡ്? ഇത് ശരിക്കും സംഭവിച്ചതാണോ? ഐ ആം സ്റ്റിൽ റീലിംഗ് ഫ്രം ദ റോയൽ ബോൾ. എനിക്കിപ്പോഴും അതൊരു എന്തോ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. പ്രിൻസസ് സ്മൈൽ, ദ മാജിക് മ്യൂസിക്, പ്രിൻസസിൻ്റെ സ്മൈലും പ്രിൻസിൻ്റെ മൈലും അതേപോലെ തന്നെ ആ മാജിക്കും ആ മ്യൂസിക്കും ഒക്കെ എനിക്ക് എന്തോ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. ഡിഡ് ഇറ്റ് റിയലി ഹാപ്പൺ? ഇത് സത്യമായിട്ട് സംഭവിച്ചു. വാട്ട് ഇഫ് ഹി ഫൈൻഡ്സ് മൈ ഗ്ലാസ് സ്ലിപ്പർ? എൻ്റെ സ്ലിപ്പർ കണ്ടുമുട്ടു. വിൽ ഹി കം ഫോർ മീ? എനിക്ക് വേണ്ടി വരുമോ? മൈ ഫെയറി ഗോഡ് മദേഴ്സ് മാജിക് വാസ് ഇൻക്രെഡിബിൾ. ഐ ഫീൽ ലൈക്ക് എ പ്രിൻസസ്. ഹോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഫിൽ മൈ ഹാർട്ട്. ഫെയറി ടെയിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് 7 ആക്ടിവിറ്റീസാണ് നമുക്ക് തന്നത്. അതിൽ നമ്മൾ എത്ര ആക്ടിവിറ്റീസ് ചെയ്യണം? നമ്മൾ 5 ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. പിന്നെ ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി. അപ്പം നിങ്ങൾക്ക് എക്സാമൊക്കെ കഴിഞ്ഞ് ആൻസർ ഷീറ്റൊക്കെ കിട്ടുമ്പോൾ എത്ര മാർക്ക്, എന്താ നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ് എത്ര കിട്ടിയെന്നൊക്കെ കമൻറ്റ് ചെയ്യാം. ഇനി എല്ലാ സബ്ജക്റ്റിൻ്റെയും ഈ ആൻസർ കീ നമ്മുടെ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുവരെ ചാനൽ കാണാത്ത കൂട്ടുകാർ, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ 6ാം ക്ലാസ് പഠിക്കുന്ന
നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.